Hi dears, welcome back to our channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ നമ്മൾ ഇന്ന് കുന്തൻ ബീഡ്സും ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ബ്രൂച്ച് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഒരു പ്രത്യേകത വന്നിട്ട് ഫുൾ റെഡ് കളറിലുള്ള ബീഡ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ 3 ടൈപ്പ് ബീഡ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു കുന്തൻ ബീഡ്സ് ആണ്. അത് ഭയങ്കര ഗ്ലേസിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തലയിൽ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം സൈസ് ഉണ്ട്. കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ബ്രൂച്ച് ആണ്. അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഈ ഒരു മെറൂൺ റെഡ് വന്നിട്ടുള്ള കളറാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ളൊരു കളറാണ്. പിന്നെ വേണ്ടത് ഈ ഒരു കുന്തൻ ബീഡ്സ് ആണ്. ഇതും ആ ഒരു മെറൂൺ റെഡ് വന്നിട്ടുള്ള കളറാണ്, നല്ല ഗ്ലേസിംഗ് ആണ് കേട്ടോ. പിന്നെ വേണ്ടത് ഈ ഒരു ഷുഗർ ബീഡ്സ് ആണ്. ഇതും റെഡ് കളറാണ്. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് ബീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രൂച്ചിനുള്ള പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഗിയർ വയർ വേണം. അത് ഒന്ന് വന്നിട്ട് 3mm ഒന്ന് വന്നിട്ട് 5mm ആണ്. 5 ഇല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു 3mmൻ്റെ ഗിയർ വയർ എടുക്കുക. എന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ഈ ഒരു 2 ബീഡ്സ് വെച്ചിട്ടാണ് പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പൈപ്പ് ബീഡ് ഫസ്റ്റ് നമ്മൾ കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷുഗർ ബീഡ് 5 എണ്ണം നമ്മൾ വരിയായിട്ട് അങ്ങ് കോർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു പൈപ്പ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അത് വളച്ചെടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയിൽ അങ്ങ് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബാലൻസ് വരുന്ന ആ ഒരു കമ്പിയിൽ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഈ ഒരു പൈപ്പ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഷുഗർ ബീഡ് ഒരു 5 എണ്ണം കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വീണ്ടും ആ ഒരു പൈപ്പ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. നല്ല ഭംഗിയിൽ പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വീണ്ടും ആ ഒരു ബീഡ്സ് കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഗിയർ വയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന സൈസിൽ തന്നെ നിങ്ങൾ ഗിയർ വയർ എടുക്കാൻ നോക്കുക. ഈ ഒരു 3mm എന്ന് പറയുമ്പോൾ 3mm എടുക്കാൻ നോക്കുക. അതിൻ്റെ സ്ഥാനത്ത് 4 എടുത്തു കഴിഞ്ഞാൽ പിരിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആ ഒരു ബ്രൂച്ച് കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല, ഭയങ്കര റഫായിട്ട് തോന്നും. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങൾ സെയിൽ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിലും ഉണ്ടാക്കുമ്പോൾ 3mm എടുക്കാൻ നോക്കുക. പിന്നെ 3 ഇല്ലെങ്കിൽ 2 ആയാലും കുഴപ്പമില്ല. ഇവിടെ ഒന്നും 2 കിട്ടാനില്ല. 2 കിട്ടാനുണ്ടെങ്കിൽ ഞാൻ 2ൽ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ ഈ 2 ബീഡ്സിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഈ ഒരു പൈപ്പ് ബീഡ്സിന് ഗ്രാമിന് 10 ഗ്രാമിന് 20 രൂപയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു ഷുഗർ ബീഡ്സിന് അതൊരു പാക്കറ്റിന് 10 രൂപയാണ്. അതിൽ 10 ഗ്രാം ഉണ്ടാവും. പൈപ്പ് ബീഡ്സിന് പൊതുവേ റേറ്റ് ആയിരിക്കും. കുന്തൻ ബീഡ്സ് പൈപ്പ് ബീഡ്സിനൊക്കെ പൊതുവേ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് 10 ഗ്രാമിന് 20 രൂപ വെച്ചിട്ട് ഒരു റേറ്റ് പറയുന്നത്. ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റേറ്റ് കൂടും. ഇത് ഞാൻ ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിയതാണ്, അതുകൊണ്ട് റേറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. പൈപ്പ് ബീഡ്സും ഷുഗർ ബീഡും വെച്ചിട്ടുള്ള പാർട്ടാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളുടെ ബ്രൂച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇത്രയും വെച്ചിട്ടാണ് നമ്മളൊരു പാർട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഈ ഒരു കുന്തൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതും നമ്മൾ ഈ ഒരു 3mmൻ്റെ ഗിയർ വയർ തന്നെയാണ് എടുക്കുന്നത്. അതിൽ ഈ ഒരു കുന്തൻ ബീഡ്സ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മളുടെ ബ്രൂച്ച് പിരിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എത്രത്തോളം ഭംഗിയിൽ നമ്മൾ പിരിച്ചു കൊടുക്കുന്നോ അത്രയും ഭംഗിയായിരിക്കും നമ്മുടെ ബ്രൂച്ച് കാണാനായിട്ട്. ഇനി നമ്മൾ ബാലൻസ് വരുന്ന ആ ഒരു കമ്പിയിൽ ഒരു കുന്തൻ ബീഡും കൂടെ കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ. നല്ല നീളത്തിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഈ ഒരു ബീഡിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഈ ഒരു ബീഡ് ക്രാഫ്റ്റ് ഷോപ്പ്, ബട്ടൺ ഹൗസ്, അതുപോലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുന്ന ഷോപ്പിലൊക്കെയാണ് വാങ്ങാൻ കിട്ടുക. അപ്പോൾ ഈ ഒരു കുന്തൻ ബീഡിൻ്റെ റേറ്റ് വന്നിട്ട് 20 രൂപയാണ് കേട്ടോ ഒരു പാക്കറ്റിന്. ആ ഒരു പാക്കറ്റിൽ 10 ഗ്രാമേ ഉണ്ടാവുള്ളൂ. പക്ഷേ 20 രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ റേറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മളുടെ കുന്തൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആ ഒരു 2 കമ്പിയും കൂടെ ഇങ്ങനെ പിരിച്ച് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ കുന്തൻ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ട്. അടിപൊളിയാണ്. ഇത് കുറച്ചേ ഈ ഒരു ബ്രൂച്ചിൽ വരുന്നുള്ളൂ, ഒരു 5-6 വരുന്നുള്ളൂ. പക്ഷേ ഏറ്റവും എടുത്ത് കാണിക്കുന്ന ഒരു ബീഡാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 മതി. ഇനി നമുക്കിതിൽ വേണ്ടത് ഈ ഒരു ഫ്ലവർ ബീഡ്സ് ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മളുടെ ഈ ഒരു ഷുഗർ ബീഡാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഈ ഒരു ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കമ്പി ആ ഒരു ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്തെടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക കേട്ടോ.
നല്ല വൃത്തിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. ഇനി ആ ബാലൻസ് വരുന്ന കമ്പിയിൽ വീണ്ടും നമ്മളൊരു ഷുഗർ ബീഡ് കോർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഷുഗർ ബീഡ് കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം അങ്ങ് കോർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി ലാസ്റ്റ് വരുന്ന ആ ഒരു 2 കമ്പിയും കൂടെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഫ്ലവർ ബീഡ് വെച്ചിട്ടുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ 3 പാർട്ടാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു 5mm ഗിയർ വയർ എടുക്കുക. എന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു അറ്റം പിടിച്ചിട്ട് വളച്ച് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത്രയും പാർട്ടുകൾ പിരിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു പൈപ്പ് ബീഡ്സ് വെച്ചിട്ടുള്ള പാർട്ടാണ്. അത് നമ്മൾ ഈ ഒരു ഗിയർ വയറിൻ്റെ നേരെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ആ ഒരു പാർട്ട് തന്നെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ ഇതുപോലെ വെക്കുക കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ പിരിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആ ഒരു കുന്തൻ ബീഡ് വന്നിട്ടുള്ള പാർട്ട് വെച്ച് കൊടുക്കുക. അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ആ ഒരു കുന്തൻ ബീഡ്സ് ആണ് കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഫ്ലവർ ബീഡ് വന്നിട്ടുള്ള പാർട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓരോ പാർട്ടുകളും വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോന്നിൻ്റെ മുകളിലായിട്ട് വരരുത്. എല്ലാം സെപ്പറേറ്റ് തന്നെ ആയിരിക്കണം. മുകളിൽ വന്നാൽ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ബ്രൂച്ച് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും ഈ ഒരു ഗിയർ വയറിൽ വരിയായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഹെയർ ബ്രൂച്ചസ് എല്ലാം സെയിലാക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ സെയിലാക്കാൻ തുടങ്ങിയത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജൊക്കെ തുടങ്ങിയിട്ട് അതുവഴിയാണ് ഞാൻ സെയിലാക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫാൻസി സ്റ്റോറിലൊക്കെ കൊണ്ട് സെയിലാക്കിയാൽ മതി. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന്, നെയ്ബേഴ്സിനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കുക, വീഡിയോസ് കാണിച്ചു കൊടുക്കുക, ഫോട്ടോസ് കാണിച്ചു കൊടുക്കുക. അങ്ങനെ പല രീതിയിൽ മാക്സിമം ഇത് നമ്മൾ മാർക്കറ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു പറയുന്ന ഗിയർ വയർ തന്നെ എടുക്കാൻ നോക്കുക. സൈസ് 3mm ആണെങ്കിൽ 3mm തന്നെ എടുക്കാൻ നോക്കുക. 4 ആണെങ്കിൽ 4 തന്നെ എടുക്കാൻ നോക്കുക. സൈസിൽ വ്യത്യാസം ഉണ്ടാവരുത് കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ച രീതിയിൽ ഈ ഒരു ഹെയർ ബ്രൂച്ച് ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ ഈ പറയുന്ന സൈസ് തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും ഈ ഒരു ഗിയർ വയറിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് 2 സെക്ഷനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടില്ലേ, അപ്പോൾ എനിക്ക് ഇതുപോലെ ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. 2 പാർട്ടായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നമ്മളുടെ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് കണ്ടില്ലേ, അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും കൂടിയാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഡിസൈനല്ല, കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. ഇനി നമ്മളിത് ക്രോസിന് വെച്ചിട്ട് ആ ഒരു 2 കമ്പി നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് വളച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് കെട്ടിക്കൊടുക്കുക. ആ ഒരു ബ്രൂച്ചസിൻ്റെ ഇടയിലൂടെ മുകളിലോട്ട് അങ്ങ് പിരിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ വൃത്തിയിൽ വേണം കെട്ടിക്കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ആ ഒരു നടുക്ക് വരുന്ന ഫ്ലവേഴ്സ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു താഴെ കാണുന്ന ഒരു കെട്ട് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മളത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബ്രൂച്ചിൻ്റെ പണി. എങ്ങനെയുണ്ട് നമ്മളുടെ ബ്രൂച്ച് കാണാനായിട്ട്? അടിപൊളിയായില്ലേ? അത്യാവശ്യം ലെങ്ത്ത് ഉണ്ട്. ആ ഒരു ഫ്ലവേഴ്സാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു കുന്തൻ ബീഡ്സ് ആകെ 4 5 ഉള്ളൂ നമ്മളിതിൽ എടുത്തിട്ടുള്ളത്. പക്ഷേ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ആ ഒരു കുന്തൻ ബീഡ്സ് ആണ്. ഒരു പ്രത്യേകതയാണ് ഈ ഒരു കുന്തൻ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രൂച്ചസ് ഒക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെ റേറ്റും കൂടുതലായിരിക്കും കേട്ടോ. കാരണം ഈ ഒരു ബീഡിന് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുണ്ടാക്കുന്ന പ്രൊഡക്ട്സിനും അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബ്രൂച്ച് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രൂച്ചാണ്. അപ്പോൾ ഈ ഒരു ബ്രൂച്ച് വലിയവർക്ക് വെക്കുകയാണെങ്കിൽ ഇതുപോലെ യു ഷേപ്പിൽ വെച്ചിട്ട് ഇതുപോലെ ബാക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കൊച്ചു പിള്ളേർക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നീളത്തിന് ഫ്രണ്ടിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ ബ്രൂച്ച് കാണാനായിട്ട്? അടിപൊളിയായില്ലേ? അതിൽ ആ ഒരു കളർ കോമ്പിനേഷനാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത് തലയിൽ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതുപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റൈലിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പം 2, 3, 4 ടൈപ്പ് ബീഡ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ ടൈപ്പ് ബീഡ് മതി നമ്മളുടെ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട്. ഈ ഒരു ഡിസൈനിലല്ല, പല ഡിസൈനിലും നമുക്ക് ബ്രൂച്ചസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ മറ്റ് വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കയറിയിട്ടൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ.